നമ്മുടെ ഫാത്തിമ തഹ്ലിയയുടെ തീപ്പൊരി പ്രസംഗം വന്നിട്ടുണ്ട്. ഓണാഘോഷത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, കുറെ കാര്യങ്ങൾ ഫാത്തിമ തഹ്ലിയ പറയുന്നുണ്ട്. അത് വെക്കാം. അതിനുശേഷം നമ്മുടെ സാറ്, അതായത് ഷൗക്കത്ത് അലി, നമ്മുടെ സേറും സേറിന്റെ ഭാര്യയും ഓണം ആഘോഷിക്കുന്ന രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യം. അതായത് നമ്മുടെ സേറിന്റെ ഭാര്യ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതും കൂടി കേൾക്കണം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാം, എന്നെ വളരെ വളരെ വേദനിപ്പിച്ച ഒരു കാഴ്ച നിങ്ങൾ നോക്കൂ. അതായത് ബൈജപ്പന്റെ ചാനലിൽ നിന്ന് വന്നൊരു കാഴ്ചയാണ്. നിരന്തരം അൻസാരി സുഹൂരി ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ വെക്കുകയാണ്. വളരെ വളരെ കഷ്ടം. ബൈജുനോടൊരു കാര്യം പറയാം. ബൈജു, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഈ വീഡിയോ ബൈജോ ഞാൻ ഷൂട്ട് ചെയ്ത് തീർക്കുമോ എന്ന് എനിക്കറിയത്തില്ല. 3 ദിവസത്തെ ദുന്യാവാണ്. നമ്മൾ മരിക്കുന്നവരാണ് ബൈജോ. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ അൻസാരി ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് രംഗത്ത് വന്ന് പറഞ്ഞതാണ്. അതായത് വളരെ വേദനിപ്പിച്ചാണ് അൻസാരി ഉസ്താദ് പറഞ്ഞത്. എൻ്റെ ഫോട്ടോക്ക് പകരം അതായത് പന്നിയുടെ ഫോട്ടോ വെക്കുന്നു, അങ്ങനെയൊക്കെ. നോക്കൂ നിങ്ങൾ ഇവിടെ ആ ഒരു വീഡിയോ അൻസാരി ഉസ്താദ് അങ്ങനെ പറഞ്ഞതിന് ശേഷവും ബൈജു വീണ്ടും വീണ്ടും ഒന്നു രണ്ടല്ല വീണ്ടും വീണ്ടും അൻസാരി ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ വളരെ മോശമാക്കിയിട്ട് വെക്കുകയാണ്. നാണമുണ്ടോ ബൈജോ? അൻസാരി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈജുനെതിരെ എന്തെങ്കിലും ഒരു കമന്റ് ഇടണം. ബൈജുനോട് പറയാനുള്ളത്, ഉസ്താദ് പറയുന്നതിൽ ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കണം. നല്ല തക്കതായിട്ടുള്ള മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയാം. ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫാത്തിമ തഹ്ലിയയുടെ ഓണാഘോഷമാണ്, സ്പീച്ചാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. പേരാമ്പര നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിലാണ് ഫാത്തിമ തഹ്ലിയയുടെ ഭരണം. അവിടുത്തെ നാട്ടുകാരോട്, എനക്കറിയുന്ന കുറച്ച് പേരോട് വിളിച്ച് സംസാരിക്കുമ്പോൾ തഹ്ലിയയെ കുറിച്ചിട്ട് എല്ലാവർക്കും, ഹിന്ദുക്കൾക്കായാലും മുസ്ലിമീങ്ങൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും, ഇത് എടുത്തു പറയാൻ കാരണം ഫാത്തിമ തഹ്ലിയ വലിയൊരു ജിഹാദി പെണ്ണെന്നാണ് കുറെ പേര് അന്ന് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് എടുത്ത് ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്നത് ഫാത്തിമ തഹ്ലിയ അവരൊരു നല്ലൊരു പെമ്പിളിയാണ്, നല്ലൊരു പെൺകുട്ടിയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ആദ്യം ഫാത്തിമ തഹ്ലിയയുടെ ആ ഒരു പ്രസംഗം കേൾക്കാം. ഈ ഓണം നമ്മളെല്ലാവരും ഒന്നായി നിൽക്കണം. അതുപോലെ അത് ജാതിയില്ല, മതമില്ല, അതിനെല്ലാം അപ്പുറത്ത് നമ്മൾ മനുഷ്യനെന്ന നിലയിൽ ഒന്നിപ്പിക്കുന്നതാണ്, മലയാളി എന്ന നിലയിൽ ഒന്നിപ്പിക്കുന്നതാണ്. അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനറേഷൻ അഡാപ്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കണ്ടത്. പിന്നെ ഇവിടെ സംസ്കാരത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ നാട്ടിലും ഇതേപോലെയുള്ള സംസ്കാരങ്ങളുണ്ട്. ഇതിന്റെ ഓണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നതേ, എനിക്ക് ആസാമിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് അവരുടെ ബിഹു, നമ്മളുടെ ഇവിടുത്തെ ഓണം പോലെയുള്ള ബിഹു, ആ സമയത്ത് അവരുടെ ഒരു ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ സെറ്റ് സാരി പോലത്തെ ഒരു ഡ്രസ്സ് വേഷം, ഏകദേശം ആ ഒരു വെണ്മയും അതിന്റെ ഒരു പിന്നെ എന്താ പറയാ സെറ്റ് സാരിയുടെ അഴകുള്ള വസ്ത്രം, അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹാർവസ്റ്റ് സീസൺ ആവുമ്പം അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വസ്ത്രധാരണത്തിൽ വരെ അതിൻ്റെതായിട്ടുള്ള പിന്നെ ഒരു ഒരേപോലെയുള്ള ഒരു രീതി പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് മാത്രമല്ല ഈ വെല്ലുവിളി ഉള്ളത്. ഇന്ത്യയിലെ സംസ്കാരങ്ങള്, ഈ ഡൈവേഴ്സിറ്റി നമ്മൾ പറയുമ്പം ഇത്രയും വ്യത്യസ്തതയിൽ നമ്മൾ ജീവിക്കും. ആ വ്യത്യസ്തതകളൊക്കെ സംരക്ഷിക്കപ്പെടട്ടെ. പിന്നെ പുതിയ ജനറേഷന് നമ്മൾ അവരെ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഫാത്തിമ തഹ്ലിയ ഒരു MLA ആണ്. ഓക്കെ, ഒരു MLA എന്തൊക്കെ പറയാൻ പറ്റും ഈ ഒരു വിഷയത്തിൽ, അത് ക്ലിയറായി കൃത്യമായിട്ട് തഹ്ലിയ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യം പറയാം. ഇനി ആരും തഹ്ലിയക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടണ്ട. തഹ്ലിയ ഡാൻസിനെ സപ്പോർട്ട് ചെയ്തു എന്നും അങ്ങനെ ഒന്നുമല്ല. അതായത് ജനറേഷനാണ്, ന്യൂ ജനറേഷൻ പിള്ളേർ, അവർ മാറും. നമ്മൾ എത്ര പറഞ്ഞാലും ചില പിള്ളേർ കേൾക്കത്തില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതിപ്പോ മതം, ഇപ്പോ ഒരു കാര്യം പറയാം, ഇസ്ലാം മതപ്രകാരം ഡാൻസ് കളിക്കുന്നത് അതായത് സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് തെറ്റാണ്, ഇസ്ലാം മതപ്രകാരമാണ്. ഓക്കെ, അപ്പൊ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കും, മതം പഠിച്ചവർ, അതിപ്പോ സ്വാമിമാരായാലും പള്ളിലച്ചന്മാരായാലും ഉസ്താദന്മാരായാലും, മതം ഒരു കാര്യം. ഇപ്പൊ ഒരു മതം പറയുന്നുണ്ട്, ഹിന്ദു മതത്തിൽ ഇപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് തുളസിന്റെ ഒരു പൂജ ചെയ്യാൻ ഒരു കർമ്മം ഉണ്ടല്ലോ, എന്റെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ഹിന്ദു ധർമ്മത്തിന്റെ ഒരു ഉത്തരവാദിത്യമാണ്. എന്നാൽ ആ ഒരു ധർമ്മത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ നാളെ മുതൽ അത് ചെയ്യുന്നില്ലെങ്കിൽ മതം പഠിച്ച സ്വാമിമാർ എന്തായാലും നിരന്തരം പറയും. അവരുടെ പണി അതാണ്. അവരെന്തായാലും അത് ചെയ്യുമക്കളെ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ ഉസ്താദന്മാരും. അതായത് ഡാൻസ് കളിക്കുന്നത് തെറ്റാണെങ്കിൽ, അതായത് തെറ്റ് മക്കളെ എന്ന് പറയും. നമ്മളെ ഉസ്താദന്മാരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരെ തെറി വിളിച്ചിട്ടും കാര്യമില്ല. പിള്ളേര് മാറി ചിന്തിക്കും. അതാണ് ഇവിടെ ഫാത്തിമ തഹ്ലിയ പറഞ്ഞത്.
ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. അവർ ഇതിന്റെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നല്ല മാറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. അതില് എത്ര നമുക്ക് ഈ കാലം സഞ്ചരിക്കുന്നതിന്റെ വേഗത അറിയാം. അപ്പൊ ആ വേഗതക്കനുസരിച്ച് അവർ പുതിയ പുതിയ ഫോർമുലകൾ കണ്ടുപിടിക്കും. എന്നാലോ ആഘോഷങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ല. ഒരു പക്ഷെ പഴയ കാലത്തേക്കാൾ കൂടുതൽ ഇത്രയും ലൈവായിട്ട് ഏതൊക്കെ മേഖലയിൽ അവർക്ക് ഒരു ഓണാഘോഷം നടത്താൻ പറ്റുമോ അതിന്റെ 100% വൈബിൽ ആഘോഷിക്കുന്ന ആൾക്കാരാ. ക്യാമ്പസിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. ഓണം എന്ന് പറഞ്ഞാൽ അങ്ങ് ത്രില്ലാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ഓണം വരാൻ വേണ്ടിയിട്ട്. കുട്ടികള് അതവര് വേഷവിധാനത്തിലുണ്ട്, അവിടെ പരിപാടികളിലുണ്ട്, നല്ല നല്ല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം തനതായിട്ടുള്ള പഴയ കാലത്തെ മത്സരങ്ങളൊക്കെ പൊടി തട്ടി എടുക്കുന്ന പുതിയ ജനറേഷനിൽ നിങ്ങൾ തിരിച്ചറിയണം. അപ്പം ആ വൈബ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. ജനറേഷൻ ഓക്കെ, നമ്മുടെ ഫാത്തിമ തഹ്ലിയെ ഞാൻ പേഴ്സണലി അവരുടെ ഭരണവും അവരുടെ സ്പീച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു MLA എങ്ങനെയാണോ ഒരു ഓണത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് അവൾ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നിങ്ങളാണ് പ്രേക്ഷകരെ കമന്റ് ചെയ്യേണ്ടത്. ഫാത്തിമ തഹ്ലിയ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു എന്ന് നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യുക. ഇനി നമ്മുടെ ഷൗക്കത്ത് അലി സേറിന്റെ ഭാര്യയും ഷൗക്കത്ത് അലി സേറും ഓണം ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയാം. ആരാണ് ഷൗക്കത്ത് അലി? ഇതുവരെയായിട്ടും ഒരു നെഗറ്റീവ് പോലും വരാതെ അതായത് ഇപ്പൊ പണം മേടിച്ചിട്ടൊക്കെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഇദ്ദേഹം സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട്, അതായത് സ്വന്തം കഴിവോടുകൂടിയാണ് ഇത്രയും വലിയൊരു പവർ ഈ ഒരു പാവപ്പെട്ട പോലീസുകാരന് കിട്ടിയത്. അപ്പൊ ഇദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഈ ഒരു കുഞ്ഞു വിരലിൽ സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കേക്കണേ. നമുക്ക് എന്തായാലും അവര് ഓണം ആഘോഷിച്ചത് ഒന്നായി കേൾക്കാം. ഷൗക്കത്ത് അലിയും കുടുംബവുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹാപ്പി ഓണം. ഇതാ ഹാപ്പി ഓണം. അപ്പം സാധാരണഗതിയിൽ ഈ ഓണത്തിന് സമാധാനത്തോടെ ആഘോഷിക്കാൻ പറ്റില്ല പോലീസുകാർക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത്, അങ്ങയുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു പോലീസ് ഓണദിനം. സാധാരണഗതിയിൽ സബ് ഇൻസ്പെക്ടറായ മുതൽ ഓണം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ സാധാരണ പറ്റാറില്ല. പക്ഷെ അടുത്ത കാലത്ത് കുറെ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ ഓർമ്മിക്കുന്നത് കൊരട്ടി പോലീസ് സ്റ്റേഷൻ, തൃശ്ശൂര് SI ആയ കാലം. കുറച്ച് കാലം ഞാൻ ഉണ്ടായിട്ടുള്ളൂ, പ്രൊമോഷൻ ആകുന്ന തൊട്ട് മുമ്പായിട്ട്. ഓണം ഒക്കെ അങ്ങനെ പോകുന്നതെന്ന് അറിഞ്ഞില്ല. ഓണത്തിന്റെ അന്ന് ഞാൻ ഇങ്ങനെ ഭക്ഷണം കേൾക്കാൻ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ റൈറ്ററും ഞാനും മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഓടി വന്നിട്ട് ഓണാണ് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേഗം വീട്ടിൽ പോയി അന്നത്തെ ഓണസദ്യ കൊടുന്ന് കഴിച്ച്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഓണത്തെ പറ്റിയുള്ള പോലീസിന്റെ ജീവിതത്തിൽ ഒരു ഓർക്കാവുന്ന ഒരു കാര്യം അതാണ്. ഈ യാത്രക്കിടയിലൊക്കെ ഓണം വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് പല അന്വേഷണത്തിനിടയിൽ ഓണം വല്ലാതെ മിസ് ചെയ്യില്ലേ? ഓക്കെ, ഒരു കാര്യം പറയാം. നമ്മൾ വിചാരിക്കുന്നത് പോലീസ് സാറുമാരാ, അവർ ഭയങ്കര സംഭവമാണ്. നമ്മളൊക്കെ സാറുമാരെ കാണുമ്പോൾ സാറേ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്. അതായത് അവർക്ക് ഓണമില്ല, ക്രിസ്മസ് ഇല്ല, ദീപാവലി ഇല്ല, പെരുന്നാളില്ല, ഒന്നുമില്ല. 24 മണിക്കൂറും പണിയാണ്. ഓക്കെ, നമ്മളത് മനസ്സിലാക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു നാട്ടിൽ, നമ്മുടെ നാട് ഭയങ്കര സംഭവം തന്നെയാണ്. അതായത് പ്രശ്നം നടക്കാത്ത ദിവസങ്ങളുണ്ടോ? ഇഷ്ടംപോലെ പ്രശ്നങ്ങളല്ലേ നടക്കുന്നത്. വിളിക്കുമ്പോൾ ഓടണ്ടേ, മഴ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഈ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോക്കാനുണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കാണാം. ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ശരിക്കും ഓണം ആഘോഷിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ, ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ ഓഫീസുകളിലും ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അതിനെ തീരുമാനിച്ചതാണ്. ഓണം വരുന്നതിന് മുമ്പ് നമ്മൾ ആഘോഷിക്കുക, ഓണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ആഘോഷിക്കും, നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ആഘോഷിക്കും. ഈ സാധാരണ നമ്മൾ ഈ ഓണ സമയത്ത് അല്ലെങ്കിൽ ഏത് ഫെസ്റ്റിവൽ വരുമ്പോഴും പറയുന്നൊരു കാര്യം എന്താ പറയുക, ഈ കോഴിക്കോട് ഭയങ്കര ബ്ലോക്കാണെന്നുള്ളതാണ്. ബ്ലോക്ക് ഓണം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ലൈവിൽ പറയേണ്ടി വന്നത്. പക്ഷേ ഇപ്രാവശ്യം ബ്ലോക്ക് ഇല്ലാത്ത ഓണമാണ്. അത് ഷൗക്കത്ത് അലിയുടെ ഒരു ചെറിയൊരു കരസ്പർശം കൂടി അതിൽ പുറകിലുണ്ട് എന്നാണ് മനസ്സിലായത്. എൻ്റെ സഹപ്രവർത്തകരുടെ തന്നെ നല്ല കഴിവാണ് അതിനകത്തുള്ളത്. ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു, നന്നായിട്ട് ഒരു ഹോംവർക്ക് ചെയ്തു. ഞങ്ങളൊരു 100ഓളം മഫ്റ്റി, അതായത് ഞങ്ങൾ ഷാഡോ പോലീസ് തന്നെ ഉണ്ട്, ഡ്രോൺ വെച്ചും മറ്റും പഠിച്ച് ആ കാര്യം ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു. ഈ ഓണത്തിന് അങ്ങേക്ക് ഒരു പ്രത്യേകതയുണ്ട്. സർവീസിലിരുന്നു കൊണ്ടുള്ള ലാസ്റ്റ് ഓണമാണ്, ഇനി ആഘോഷിക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്താ മനസ്സിലൊരു പ്ലാൻ? ഓക്കെ, നമ്മുടെ ഷൗക്കത്ത് അലി സാറിന്റെ വൈഫ് പാട്ടൊക്കെ പാടുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അത്തരം കാര്യങ്ങളെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും ഉത്തരവാദിത്തമുള്ളതാണ്. ആ ഉത്തരവാദിത്തം അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. ഷൗക്കത്ത് അലി IPSന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങേരുടെ എല്ലാ അന്വേഷണത്തിന്റെയും അതിക്രമങ്ങളുടെയും ഒക്കെ ഇര. അവർ ഈ ഓണത്തിന് എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഈ ഓണത്തിന് കിട്ടാറുണ്ടോ ഇങ്ങനെ? പൊതുവെ കുറവാണ്.
പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓണത്തിനൊരു പാട്ട് 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, രണ്ടുപേരും. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുനു ചിറകുമായി വരിക ശലഭമേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഓക്കെ, നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനെയുടെ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി മീലാദ്. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കണ്ടന്റ്, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മീലാദ് ഓണമാണ്, മാറ്റി പിടിക്കാൻ സമയമായില്ലെന്ന് കുറേ പേര് കമന്റ് ഇടുന്നുണ്ട്. മാറ്റി പിടിക്കാം, നോക്കാം. ഓക്കെ, അടുത്ത മാസം 6-ാം തീയതിക്ക് ബിഗ് ബോസ് ആണ്. അതിനുശേഷം നമുക്ക് ബിഗ് ബോസ് ചർച്ചകളാണ് നമ്മൾ നിരന്തരം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ.